ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള കർദിനാളന്മാരുടെ വോട്ടെടുപ്പ് രണ്ടാം റൗണ്ടിലും കറുത്ത പുകയിലെത്തിയതോടെ കത്തോലിക്ക സഭയിൽ ആശങ്ക ഉയരുന്നു. പ്രത്യേകിച്ച് രണ്ട് റൗണ്ടുകളിലും മുന്നിട്ട് നിന്ന സ്ഥാനാർത്ഥികൾ, അതിൽ പ്രധാനമായിട്ടും ഫിലിപ്പീൻസിൽ നിന്നുള്ള ലൂയിസ് ആൻ്റോണിയോ ടാഗ്ലയുണ്ട്, പെരോളിനുണ്ട്, സ്റ്റേറ്റ് സെക്രട്ടറി, അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ 2/3 ഭൂരിപക്ഷം നേടാനാവാതെ നിൽക്കുകയാണ്. പലപ്പോഴും കത്തോലിക്ക സഭയിൽ ഈ സമയത്താണ് പുതിയ സ്ഥാനാർത്ഥികൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്ത പല സ്ഥാനാർത്ഥികളും ഇനി ഒരു റൗണ്ടും കൂടി മുന്നോട്ട് പോയാൽ 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നില്ലെങ്കിൽ പുതിയ കോംപ്രമൈസ് സ്ഥാനാർത്ഥികൾ ഉയരുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നൊരു കറുത്ത പോപ്പോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഹംഗറിയിൽ നിന്ന് പീറ്റർ എർദോ തുടങ്ങി മറ്റു പല സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. നേരത്തെ 1978 2 ഇറ്റാലിയൻ കർദിനാൾമാർ തമ്മിൽ നടന്ന മത്സരത്തിൽ ആർക്കും 2/3 ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോഴാണ് പോളണ്ടിൽ നിന്ന് കരോൾ വോയ്റ്റീവ എന്ന് ആരും അറിയാത്തൊരു കർദിനാൾ പെട്ടെന്ന് ഉയർന്നു വന്നത്. അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന പേരിൽ വളരെ പ്രശസ്തനായി 27 വർഷം കത്തോലിക്ക സഭയിൽ ഏറ്റവും ജനകീയനായിട്ട് മാറി. അദ്ദേഹം കോംപ്രമൈസ് കാൻഡിഡേറ്റായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ പല ഇതിലും ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയും അധികാരത്തിൽ വരുമെന്ന് ആരും കണക്കുകൂട്ടിയിരുന്നില്ല. എന്തായാലും ആ തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കർദിനാളന്മാർ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യത കൂടി തെളിയുന്നു എന്നുള്ളതാണ് രണ്ടാം റൗണ്ടിലും കറുത്ത പുക കണ്ടപ്പോൾ മനസ്സിലായത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4000-ലേറെ മാധ്യമ പ്രവർത്തകരാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ചിമ്മിനിയിലേക്ക് ക്യാമറയും സൂം ചെയ്ത് BBC അടക്കമുള്ള ചാനലുകൾ നിൽക്കുകയാണ്. വെളുത്ത പുക എപ്പോൾ വരും എന്ന് കാത്തിരുന്നുകൊണ്ട്. പക്ഷേ വെളുത്ത പുകയ്ക്ക് പകരം 2 റൗണ്ടായിട്ട് കറുത്ത പുക തന്നെയാണ് വന്നിരിക്കുന്നത്. വെളുത്ത പുക വരുമ്പോഴാണ് തീർച്ചയായിട്ടും അതിൽ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണത്. അത് നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ഒരു രീതിയാണ്. വെളുത്ത പുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം പെർക്ലോറേറ്റും ഒപ്പം തന്നെ ലാക്ടോസും റോസ്പിന്നൊക്കെയാണ്. പക്ഷേ ഇത് കറുത്ത പുക വരുമ്പോൾ അതിൽ കെമിക്കൽസായിട്ട് ഈ വോട്ട് ചെയ്ത ബാലറ്റിനോടൊപ്പം കെമിക്കൽ ചേർക്കുന്നുണ്ട്. അവിടെയും പൊട്ടാസ്യം ക്ലോറേറ്റും ഒപ്പം തന്നെ അതിൻ്റെ കൂടെ സൾഫർ, ആന്ത്രാസീൻ, കോൾട്ടാർ തുടങ്ങിയിട്ടുള്ളത് ഉപയോഗിച്ചാണ് കറുത്ത പുക വരുന്നത്. എന്തായാലും ഇത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നൊരു സമ്പ്രദായമാണ്. ഇത് അറിയാൻ വേണ്ടി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചതുരത്തിൽ 10,000-കണക്കിന് ആൾക്കാരാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു കൗതുകം, കാരണം വല്ലപ്പോഴുമാണ് ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു രീതിയാണ്. സിസ്റ്റൈൻ ചാപ്പലിൽ കയറുന്ന കർദിനാളന്മാർ 133 പേരാണ് ഇത്തവണ വോട്ട് ചെയ്യുന്നത്. അതിൽ 89 വോട്ട് കിട്ടുന്ന ആളായിരിക്കും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുക. 2 റൗണ്ടിലും 89 വോട്ട് ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി 3 റൗണ്ട് വോട്ടെടുപ്പ് കൂടിയുണ്ട്. അത് 4 മണി നേരത്തും അത് കഴിഞ്ഞ് രാത്രി 9 മണിക്കും 10:30 മണിക്കുമൊക്കെ ആയിരിക്കും വോട്ടെടുപ്പ് നടക്കുക. ഈ 3 റൗണ്ട് വോട്ടെടുപ്പിലും തീരുമാനമായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നാളെ വീണ്ടും 4 റൗണ്ട് വോട്ടെടുപ്പുണ്ടാവും. അതിലും തീരുമാനമായില്ലെങ്കിൽ സ്വാഭാവികമായും 4-ാം ദിവസം ഹോളിഡേ ആയിരിക്കും, പ്രാർത്ഥനയിൽ മുഴുകുക. പിന്നെ വീണ്ടും 5-ാം ദിവസം വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് 7 റൗണ്ട് വോട്ടെടുപ്പാണ് ഒരു ദിവസം നടക്കുക. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ പോകുമെന്നറിയില്ല. എന്തായാലും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ പുതിയ സ്ഥാനാർത്ഥികളെ, കോംപ്രമൈസ് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ആ തരത്തിലേക്ക് ചിന്തിക്കുമോ എന്നറിയാൻ കഴിയില്ല. എന്തായാലും അവിടുത്തെ കത്തോലിക്ക സഭയിലെ പുരോഗമനവാദികളും അത് പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന പുരോഗമനവാദികളും അപ്പുറത്ത് യാഥാസ്ഥികവാദികളും തമ്മിൽ ആശയഭിന്നത നിലനിൽക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. പുരോഗമനവാദികൾക്കാണ് മുൻതൂക്കമെങ്കിലും 89 വോട്ട് ലഭിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പുരോഗമനവാദികൾ തന്നെ 2 തട്ടിലായി വോട്ട് ചെയ്തതായിരിക്കാൻ കാരണം സ്റ്റേറ്റ് സെക്രട്ടറി വത്തിക്കാൻ്റെ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത ആളാണ്, നമ്പർ 2 ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് പിയട്രേ പെരോളിൻ. ഒപ്പം തന്നെ ഫിലിപ്പീൻസിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ആൻ്റോണിയോ ടാഗ്ലെ, അദ്ദേഹം മാർപ്പാപ്പയുടെ ഏതാണ്ട് അതേ പാതയിൽ ഏഷ്യയുടെ
ഫ്രാൻസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. ഇവർ രണ്ടുപേരാണ് ഒരുപക്ഷെ വോട്ട് ഡിവൈഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പുറത്ത് ഒരുപക്ഷെ പാരമ്പര്യവാദികളിൽ പീറ്റർ ആർദോ വരുന്നത് ഹംഗറിയിൽ നിന്നാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെയും അതുപോലെ അമേരിക്കയിലെയും കർദിനാളന്മാരൊക്കെ പൊതുവെ ഒരു പക്ഷത്ത് യാഥാസ്ഥ്യവാദികളുടെ കൂട്ടത്തിലാണ്. ആഫ്രിക്ക, ഏഷ്യ, അതുപോലെ തന്നെ സൗത്ത് ലാറ്റിൻ അമേരിക്കയിലെ ഭൂരിപക്ഷം കർദിനാളന്മാരും പുരോഗമനവാദികളായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നത മാധ്യമങ്ങളിൽ മറനീക്കി പുറത്തു വന്നിരുന്നു. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 140 കോടി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്പം ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒരു 2 റൗണ്ട് വോട്ടെടുപ്പ് കഴിയുമ്പോൾ റിസൾട്ട് അങ്ങനെ വരുന്ന പതിവില്ല. പക്ഷേ ഇത്തവണ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുടെ പേരിലാണ് ആശങ്ക ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും 4 റൗണ്ട് വോട്ടെടുപ്പ് നടന്നാണ് അവസാനത്തെ വോട്ടെടുപ്പിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബെനഡിക്ട് മാർപ്പാപ്പ കുറച്ചുകൂടി നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റാലിയൻ കർദിനാൾമാർ തമ്മിൽ വോട്ടുകൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പോവുകയും 3/2 ഭൂരിപക്ഷം കിട്ടാതെ വരികയും ചെയ്തപ്പോഴാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളണ്ടിൽ നിന്ന് ഉയർന്നു വന്നത്. ഇറ്റാലിയൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാണ്ട് നൂറ്റാണ്ടുകളായി, ഏതാണ്ട് 1200 വർഷമായി ഇറ്റലിയിൽ നിന്നുള്ള കർദിനാളന്മാരായിരുന്നു പോപ്പുമാരായത്. കാരണം ഏതാണ്ട് ഒരു 70-80% കർദിനാളന്മാരും ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. ആ ഇറ്റാലി സെൻട്രിക് ആയിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ളൊരു അവസ്ഥ പതുക്കെ മാറിയാണ് പോളണ്ടിൽ നിന്നും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും പിന്നീട് അർജൻറ്റീനയിൽ നിന്നും കഴിഞ്ഞ 3 പോപ്പുമാരുണ്ടായത്. പോളണ്ടിൽ നിന്ന് ജോൺ പോൾ രണ്ടാമൻ, ജർമ്മനിയിൽ നിന്ന് ബെനഡിക്ട് 16 അതുപോലെ തന്നെ അർജൻറ്റീനയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ഈ 3 മാർപ്പാപ്പമാർ ഇറ്റലിക്ക് പുറത്താണ്. 50 വർഷമായി, അതുകൊണ്ട് 50 വർഷത്തിലേറെയായി. അതുകൊണ്ട് തങ്ങൾക്ക് വീണ്ടും ലഭിക്കണമെന്ന് ഇറ്റാലിയൻ കർദിനാൾമാർ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പീത്രി പരോളിനും കർദിനാൾ സൂപ്പിയുമാണ് അവരുടെ നേർനിരയിലുള്ളത്. യൂറോപ്പിൻ്റെ ഇതിൽ ഹംഗറിയിൽ നിന്നും പോർച്ചുഗലിൽ നിന്നുള്ള കർദിനാളന്മാർക്കാണ് മുൻതൂക്കമുള്ളത്. യൂറോപ്പിന് പുറത്ത് നിന്ന് ഉള്ള 3-ാം ലോക രാജ്യത്തു നിന്നൊരു മാർപ്പാപ്പ വരണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അത് ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ വരണം. കത്തോലിക്ക സഭ സാർവത്രിക സഭയാണ്. യൂറോപ്പ് കേന്ദ്രീകൃതമായി മാത്രം നിന്നാൽ പോരാ. കാലത്തിനനുസരിച്ച് പാവപ്പെട്ടവരുടെ പക്ഷം ചേരുന്ന, അതുപോലെ തന്നെ അഭയാർത്ഥികളോടൊപ്പം ചേരുന്ന, കാരുണ്യം കാണിക്കുന്ന, ഇടയനെപ്പോലെ ആടുകളുടെ അടുത്ത് ചെല്ലുന്ന, ഒരു എല്ലാവരെയും സംരക്ഷിക്കുന്ന കാരുണ്യത്തിൻ്റെ മുഖമുള്ള ഒരാൾ മാർപ്പാപ്പയായി വരണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തരത്തിൽ കാര്യങ്ങൾ വ്യത്യാസമുണ്ടാക്കിയത്. കർദിനാളന്മാരെ നിയമിക്കുന്ന കാര്യത്തിലായാലും 133 കർദിനാളന്മാരിൽ 108 പേരെയും നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അതുകൊണ്ട് തന്നെ 71 രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാളന്മാരുണ്ട്. ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുന്നു. യൂറോപ്പിൻ്റെ കേന്ദ്രീകൃത സ്വഭാവം തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോയത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫിലിപ്പീനുമായിട്ടുള്ള ലൂയിസ് ആൻ്റോണിയോ ടാഗ്ലയെ പിൻഗാമിയായി കണ്ടിരുന്നുവെന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്തായാലും ടാഗ്ലയുടെ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, ചെറുപ്പക്കാരെ കൂടെ കൂട്ടുന്ന, പാട്ടുപാടുന്ന, ചിരിക്കുന്ന, ആ തരത്തിൽ ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾ എന്ന നിലയിൽ വലിയ സ്വീകാര്യത കത്തോലിക്ക സഭയിലും പുറത്ത് മറ്റു മതസ്ഥരിലൊക്കെയുണ്ട്. പക്ഷേ ഇത് യാഥാസ്ഥികരായുള്ള കർദിനാളന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്ടപ്പെടുന്ന നിലപാടല്ല. മാർപ്പാപ്പയാണെങ്കിൽ കടുപ്പത്തിൽ നിൽക്കണമെന്നും നിലപാടുകളിൽ കൺവിക്ഷൻസിലൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ മുറുകെ പിടിക്കണമെന്നുള്ള വാദക്കാരാണ് ഒരുപക്ഷെ ടാഗ്ലയെ പോലുള്ളവർ മാർപ്പാപ്പയാവുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. എന്തായാലും 3-ാം റൗണ്ടും 4-ാം റൗണ്ടും 5-ാം റൗണ്ടും വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.